ഉദ്ഘാടനത്തിന് മുൻപേ തന്നെ മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസിലൂടെ റോഡ് ഷോ നടത്തിയിരിക്കുകയാണ് ബി.ജെ.പി. പ്രവർത്തകർ. കണ്ണൂർ, വടകര മണ്ഡലങ്ങളിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥികളും ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ളക്കുട്ടിയുമാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത്. ഫിലിക്സ് പുളിക്കൽ വിവരങ്ങളുമായിട്ട്. ഫിലിക്സ്, വേണമെങ്കിൽ അരമണിക്കൂർ മുന്നേ പുറപ്പെടാമെന്നതുപോലെ അരമണിക്കൂർ മുന്നേ തന്നെ അങ്ങ് ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ റോഡ് ഷോ നടത്തിയേക്കാമെന്ന് ബി.ജെ.പി. തീരുമാനിച്ചു. റോഡ് ഷോ ഇനി ഡബിൾ ഡെക്കറിൽ എപ്പോഴാണ് മന്ത്രിയും സ്പീക്കറും ഒക്കെ വരുന്നത്? ദിനേശ്, മന്ത്രിയും സ്പീക്കറും കാത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഉദ്ഘാടനം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഈ ഡബിൾ ഡെക്കർ ബസ്സിലുള്ള മന്ത്രിയുടെയും ഒപ്പം തന്നെ സ്പീക്കറുടെ യാത്ര ആരംഭിക്കുക. പക്ഷെ ഇതുവരെയും ഉദ്ഘാടന ചടങ്ങുകൾ തുടങ്ങിയിട്ടില്ല. ഇവിടെ ഈ പാലത്തിന് സമീപത്തായി ഒരു വേദിയുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം മാത്രമാണല്ലോ, ഈ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നതിന് ശേഷം മാത്രമാണല്ലോ ഈ റോഡിലൂടെ യാത്ര നടത്തുക. ഡബിൾ ഡെക്കർ ബസ്സൊക്കെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുകയാണ്. മന്ത്രി റിയാസ് ഇപ്പോൾ തലശ്ശേരിയിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഏതായാലും അതിനു മുൻപ് തന്നെ ബി.ജെ.പി. അവരുടെ റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞു. അതായത് 2 റോഡ് ഷോയാണ് നടന്നത്. ഒന്ന് ഈ പാലം തുടങ്ങുന്ന, ഈ ബൈപ്പാസ് തുടങ്ങുന്ന കോഴിക്കോടിന്റെ ഭാഗമായ അരിയൂർ, കണ്ണൂരിന്റെ ഭാഗമായ മുഴപ്പിലങ്ങാട് നിന്നും കണ്ണൂരിന്റെ എൻ.ഡി.എ സ്ഥാനാർത്ഥി സി രഘുനാഥാണ് ആ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. ഈ അടിയൂർ ഭാഗത്തു നിന്നും വടകരയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയും ഒപ്പം തന്നെ ബി.ജെ.പിയുടെ ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ളക്കുട്ടിയും ഈ റോഡ് ഷോയുടെ ഭാഗമായി നിരവധി ബി.ജെ.പി. പ്രവർത്തകർ ബൈക്കിലും മറ്റുമായി ഈ റോഡ് ഷോയിൽ അണിനിരക്കുകയും ചെയ്തു. അങ്ങനെ റോഡ് ഷോ ടോൾ പ്ലാസയുടെ മുമ്പിലെത്തി ഇപ്പോൾ തിരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ 2 ഭാഗത്തു നിന്നും എത്തിയ റോഡ് ഷോ ഒരുമിച്ച് ടോൾ പ്ലാസയിൽ എത്തി അവിടെ നിന്നാണ് ഇപ്പോൾ തിരികെ പോയിട്ടുള്ളത്. ഏതായാലും ഉദ്ഘാടന ചടങ്ങ് തുടങ്ങിയിട്ടില്ല. പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുന്നതിനുള്ളൂ. പക്ഷേ അതിനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അതിന് ബി.ജെ.പി. റോഡ് ഷോ നടത്തി. നേരത്തെ ഫ്ലക്സ് ബോർഡുകളടക്കം സ്ഥാപിച്ചിരുന്നു. ആ ഫ്ലക്സ് ബോർഡുകൾ ഒടുവിൽ പോലീസ് അഴിച്ചു മാറ്റിയാണ് ചെയ്തത്. ഏതായാലും ഈ ബൈപ്പാസിന്റെ യഥാർത്ഥ പിതൃത്വം തങ്ങളുടേതാണ് എന്നതാണ് ബി.ജെ.പിയും കേന്ദ്ര സർക്കാരും വാദിക്കുന്നത്. ഏതായാലും മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ചടങ്ങിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടനത്തിന് ശേഷം മാത്രമായിരിക്കും ഡബിൾ ഡെക്കർ ബസ്സിൽ ഈ ബൈപ്പാസിന് മുകളിലൂടെ യാത്ര ചെയ്യുക. ഡബിൾ ഡെക്കർ ബസ്സൊക്കെ 30-ാണ് ഉദ്ഘാടനം പറഞ്ഞിരുന്നത്. പക്ഷേ പല പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ പ്രധാനമന്ത്രി ഓൺലൈനൊക്കെയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത് വൈകുന്നത്.